മിമിക്രിയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ വിദേശ യാത്രകളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? രസകരമായ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് ഞങ്ങൾ പോയത് ദിലീപേട്ടൻ്റെ ഒപ്പം ഞങ്ങളെല്ലാവരുടെ ഒരു അമേരിക്കൻ ഷോ പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് പറഞ്ഞാൽ 2-3 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ടീമായിരുന്നു. ദിലീപേട്ടനുണ്ടായിരുന്നു, സലിംകുമാർ സലമേട്ടനുണ്ടായിരുന്നു, ഞാൻ, നമ്മുടെ നാദുഷിക്ക, പിന്നെ ആക്ടേഴ്സിലും മറ്റു നടിമാരിൽ ഭാവന ഉണ്ടായിരുന്നു, കാവ്യ, അങ്ങനെ ഒരു വലിയ ടീമായിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കര ധൈര്യം ഭാവനയ്ക്കാണെന്നുള്ളൊരു സംസാരം ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നു. കാര്യം ഭാവന എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാ റൈഡിലൊക്കെ നമ്മളിപ്പം ഡിസ്നി വേൾഡിൽ പോവുകയാണെങ്കിലും അതുപോലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും വളരെ അപകടം പിടിച്ച് നമ്മളെല്ലാവരും കയറാൻ പഠിക്കുന്ന ആകാശത്തോടൊക്കെ പോയിട്ട് കറങ്ങിയൊക്കെ തിരിച്ച് താഴെ വന്ന് അടിച്ചൊക്കെ പോകുന്ന എല്ലാ റൈഡിലും ഭാവന ചാടിയും കയറും. അപ്പോൾ ഞങ്ങളെ പറഞ്ഞു ഭാവനയുടെ ധൈര്യം ഭയങ്കരമായിട്ടോ, ഇവള് മിടുക്കിയാണെന്നൊക്കെ പറഞ്ഞ് ഭാവന അങ്ങനെ ഭയങ്കര ഷൈൻ ചെയ്ത് നിൽക്കുക ഞങ്ങളുടെ ടീമിൽ. ഒരു ദിവസം ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അലാമുണ്ട്, ഈ ഫയർ അലാം ഉണ്ടല്ലോ. അപ്പോൾ ഒരൊച്ച കേട്ട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പം വാന്നൊരു ഒച്ചയും കേട്ടു. അവിടുന്ന് എല്ലാം സെക്യൂരിറ്റി ചാടി കൊണ്ട് പറഞ്ഞു ഫയർ അലാമാണ്, എവിടെയോ തീ കത്തിയിട്ടുണ്ട്, ഭയങ്കര പ്രശ്നമാണ്, പ്രോഗ്രാം നിർത്തണം, മറിച്ചാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ച് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഞാൻ അകത്ത് കയറ്റുള്ളൂ, എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മൊത്തം കത്തിപ്പോവും, ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ടോ മറിച്ചാൽ ഞങ്ങളെല്ലാം പയ്യെ വന്ന് ബാഗൊക്കെ അടുക്കി പെറുക്കി വന്നാൽ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റീസ് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഏതൊരു പയ്യൻ അപ്പുറത്ത് കളിക്കാൻ വേണ്ടി ചെന്നപ്പം പിടിച്ച് വലിച്ചപ്പോൾ എന്തോ അടിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ പ്രോഗ്രാം ചെയ്തോളാൻ പറഞ്ഞു. എല്ലാവരും സ്റ്റേജിൽ വന്ന് ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല ഭാവനെ നോക്കിക്കഴിഞ്ഞാൽ ബാഗുമില്ല, ഭാവനയില്ല. ഞങ്ങളെല്ലാം പുറത്തോട്ടൊക്കെ ഇറങ്ങി വലിയ ഏരിയയാണ്. എന്തോ ഇപ്പോൾ കുറേ പേര് പറഞ്ഞു ഭാവന പുറകോട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് ഭാവന ഫുൾ പാക്കിങ് ചെയ്ത് ബാഗുമായിട്ട് മതിൽ ചാടി അപ്പുറത്ത് ചെന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു 3-4 പേര് വണ്ടിയൊക്കെ ആയിട്ട് കറങ്ങി അതുവഴിയൊക്കെ പോയിട്ടാണ് പിടിച്ചിട്ട് വന്നത്. അപ്പോൾ അത് പറഞ്ഞ് അന്ന് മുതൽ ദിലീപേട്ടൻ എന്നും എപ്പോഴും ഞങ്ങൾ ടീമിൽ വെച്ച് കളിയാക്കുമായിരുന്നു. അതൊക്കെയാണ് ഓർമ്മ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ഡിസ്നി വേൾഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പം 10,000 ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങി. പിന്നെ ആദർശിക്ക ഇച്ചിരി ജാടയിടാൻ വേണ്ടി ആദർശിക്ക പറഞ്ഞു, കണ്ടോടാ എൻ്റെ ഗാനമേളയ്ക്ക് വന്നിട്ട് ആൾക്കാർ പോകുന്ന പോലെ ജനങ്ങൾ പോകുന്ന കണ്ടോടാന്ന് പറഞ്ഞു. എൻ്റെ സലിംകുമാർ പറയാം, ശരിയാണ്, നിൻ്റെ ആദ്യത്തെ പാട്ട് കഴിയുമ്പോൾ കൂവിയിട്ട് ആൾക്കാർ പോകുന്ന പോലെ ഉണ്ട് കൗണ്ടർ അടിച്ച്. അതൊക്കെ ഓർത്തിരിക്കുന്ന എല്ലാ ട്രിപ്പുകളും രസകരമാണ് ഇതായിട്ട് പോകുമ്പോൾ. ഇങ്ങനെ ഒരു വിദേശയാത്രയിലാണല്ലോ ഭാര്യയും കണ്ടുമുട്ടിയതൊക്കെ, അതിനെക്കുറിച്ചൊക്കെ 2003 ഞങ്ങൾ ഒരുമിച്ച്. അപ്പോഴും ഈ നസീറൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. ഞാൻ കോട്ടയം നസീർ, കലാഭവൻ നവാസ്, ഞാൻ ആദ്യം പറഞ്ഞ സോളമൻ, നിയാസ്, ഞങ്ങളൊരു വലിയ ടീമായിരുന്നു. കോമഡി കസിൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം ഇവരുടെ ഒരു തൃശ്ശൂർ എന്നുള്ളൊരു ടീച്ചറും ഇവരൊരു ടീമാണ് ഡാൻസിന് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇവളന്ന് മിസ് തൃശ്ശൂരൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാക്ടീസിന് വന്നു, എറണാകുളത്ത് പ്രാക്ടീസൊക്കെ നടക്കുന്നു. പക്ഷേ ഈ കുട്ടി മാത്രം വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവൾ ഭയങ്കര ജാടയാണ്, ഈ മിസ് തൃശ്ശൂരൊക്കെ കിട്ടിയാണ് ജാട, വരുമ്പോൾ ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നിന്ന്. ഇവൾ വരുന്നത് നമ്മൾ നാളെ പോവുകയാണെങ്കിൽ ഇന്നാണ് ഇവൾ വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഇവൾ ടപ്പ ഡാൻസൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കുഴപ്പമില്ല. പിന്നെ ഇവളുടെ പെരുമാറ്റമൊക്കെ ഭയങ്കര ഇതായിരുന്നു, എല്ലാവരോടും ഭയങ്കര എല്ലാവരും. അപ്പോൾ നമ്മൾ പയ്യൊന്നായിഞ്ഞ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി 1 മാസം ഞങ്ങളുടെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയിൽ വെച്ച് പോകുന്ന വഴിക്കൊക്കെ നമ്മൾ പരസ്പരം സംസാരിക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബ്രദർ ദുബൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ ബഹ്റിലാണ്. അപ്പം എൻ്റെ കല്യാണമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തോ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് ഒരാഗ്രഹം തോന്നി ഞാൻ അവളോട് ഇങ്ങനെ അവതരിപ്പിച്ചു, എനിക്കൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ വന്ന് ആലോചിച്ച് വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രേമിച്ച് പയ്യൊക്കെ ഒന്ന് ഒളിച്ചോടിയൊക്കെ പോയി ഇച്ചിരി വിവാദമൊക്കെ ഉണ്ടാക്കി കല്യാണം വിപ്ലവമൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിക്കണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞു പോയി. അപ്പോൾ അവളിപ്പോൾ ഞാൻ ടീച്ചറിനോട് സംസാരിച്ചു. ടീച്ചർ പറഞ്ഞു ഷാദന കുഴപ്പമില്ല, ഞാൻ അവരുടെ വീട്ടിൽ അറിയിക്കാം, നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ അവിടെയുള്ള ബ്രദറിനെ അച്ഛനെ വിളിച്ച് കാണിച്ചു. അച്ഛനെ ഉള്ളിലോട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അച്ഛനെ ഇഷ്ടമായി. അമ്മച്ചോട് അച്ഛനെ വിളിച്ച് പറഞ്ഞു. സെഷൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു. അവർക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ 2004 കല്യാണം കഴിച്ചു. ചില സിനിമകളിലൊക്കെ മിക്ക സിനിമകളിലും നായകൻ്റെ കൂട്ടുകാരനോ സഹോദരനായിട്ട് അധികമല്ലോ കൂട്ടുകാരനായിട്ടും. അപ്പം ഷാജോൺ ഏത് കഥാപാത്രങ്ങളാണ് ഇഷ്ടം? അങ്ങനെയുള്ള കോമഡി ചെയ്യുന്നതാണോ അതോ ഇപ്പോൾ കുറച്ച് സീരിയസ് റോളുകളിലൊക്കെ അഭിനയിച്ചതിൽ? എനിക്ക് ഒരേ ടൈപ്പായി പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. നമ്മുടെ ഓരോ സ്ഥലത്തും എത്തുമ്പോഴാണല്ലോ നമുക്ക് അടുത്തതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുന്നത്. നമ്മൾ സിനിമയിലേക്ക് വന്നപ്പോൾ 2 സീനെങ്കിലും 2 സീൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത്.
അപ്പോൾ അത് കഴിയുമ്പോഴാണ് കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡയലോഗ്സൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഒന്നുകൂടെ നന്നാവുമെന്ന് വിചാരിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രയത്നം കൊണ്ട് നമ്മൾ എത്തിച്ചേരുകയാണ്. പിന്നെയാണ് നമ്മളൊരു കോമഡി ഒരു ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റിയാൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവാനുഗ്രഹിച്ച് നമ്മൾ അവിടെയും വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് വേഷത്തിലേക്ക് വന്നത്. ഇപ്പോൾ അതും ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പം ഒരു ടൈപ്പിൽ തന്നെ നിൽക്കാതെ എപ്പോഴാണെങ്കിലും ഈ നായകൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആൾക്ക് കൈയിടി കിട്ടുക പതിവാണ്. കാരണം നായകൻ്റെ തല്ലും അടിയിടിയെല്ലാം കൊണ്ട് ചീത്തവിളിയും കേട്ട് ഹ്യൂമർ കൂടുതൽ ചെയ്യാനും ഒക്കെ അയാൾക്കായിരിക്കും കൂടുതൽ സാധ്യത. പക്ഷെ അതിൻ്റെ ഒരു ലൈഫ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ സംശയമുള്ളത്. കാരണം കുറേ അധികം കണ്ടു കഴിയുമ്പോൾ എന്തായാലും ജനത്തിന് ബോറടിക്കും. അപ്പോൾ അതിന് പോവാതെ അതും ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്കൊരു എല്ലാ വേഷങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളൊരു രീതിയിലേക്ക് എത്താൻ പറ്റിയാൽ അതായിരിക്കും വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ദൃശ്യം പോലുള്ള സിനിമകളും കൂടിയൊക്കെ. പക്ഷെ അത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മളിലേക്ക് എത്തുകയും വേണം. നമ്മൾ ഇപ്പോൾ ദൃശ്യം എന്തായാലും റിലീസായത് വില്ലൻ വേഷങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് ശേഷം കുറേ പേര് ഇപ്പോൾ ഒരു വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇപ്പോൾ എന്തായാലും ഉടനെ ഒരു വില്ലൻ വേഷം ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം കഴിഞ്ഞത് മാന്നാർമത്തായി സ്പീക്കിംഗ് 2 ആണ്. അത് നമ്മുടെ മമാസാണ് അതിൻ്റെ ഡയറക്ടർ. അതിലൊരു ബെന്തിക്കോസ് SI ആണ്, ഹ്യൂമറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ചെയ്തത് പ്രൈസ് ദ ലോർഡ്, മമ്മൂക്കയാണ് ഹീറോ. ഷിബു ദാമോദർ എന്ന് പറയുന്ന പുതിയൊരു ഡയറക്ടറാണ്. അതിൽ വളരെ രസികനായ ഒരു പള്ളിയിലച്ഛൻ്റെ വേഷമാണ്. പണ്ട് മിമിക്രിയിലായിരുന്നപ്പോൾ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു പള്ളിയിലച്ഛൻ, നല്ലൊരു പള്ളിയിലച്ഛനെ അവതരിപ്പിക്കണം. നമ്മൾ മിമിക്രിയിൽ എന്താ പറയുകയാണെങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അച്ഛന്മാരെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര ഒന്നും മിമിക്കാക്കാതെ ഒരു അച്ഛനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയിലൂടെ അതിനൊരു ഭാഗ്യം കൂടെ കിട്ടി. മമ്മൂക്കയുടെ സിനിമയാണ്. മമ്മൂക്കയുടെ ഫാമിലിയായിട്ടും മമ്മൂക്കയായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള കുറച്ച് കുസൃതിയൊക്കെ ഉള്ളൊരു പള്ളിയിലച്ഛൻ. സീൻസ് വളരെ കുറവാണ്, എന്നാലും നല്ലൊരു ക്യാരക്ടറാണത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത് റിംഗ് മാസ്റ്ററാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശൃംഗാരവേലൻ പോലെ തന്നെ ദിലീപേട്ടൻ്റെ ഒപ്പം, ദിലീപേട്ടൻ്റെ സുഹൃത്ത് വെറ്റിനറി ഡോക്ടറാണ് ഈ മുത്തു എന്ന് പറയുന്ന ആൾ. സിനിമയിലുടനീളം വരുന്നൊരു മുഴുനീള വേഷം തന്നെയാണ്. നമുക്ക് ക്രിസ്മസിലോട്ട് വരാം. എങ്ങനെയാണ് ഈ ചെറുപ്പകാലത്തും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കാറൊക്കെ ഉണ്ടോ? കോട്ടയത്തൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ ഉണ്ട്? കുട്ടിക്കാലത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പം പോലീസ് ക്വാർട്ടേഴ്സ് തന്നെയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടി കരോളിറങ്ങാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പുകളും അതിനുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ആ ക്രിസ്മസ് ടൈം എന്ന് പറയുമ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അടിച്ചു വിടുന്ന സമയമാണ്. പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. എന്നിട്ട് ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ കൂടുതലും എല്ലാവരും പോലീസുകാരുടെ SIമാരുടെയൊക്കെ മക്കളും പിന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ പുറത്തുള്ള എന്ന് പറയാനായിട്ട്. ഒരു 3, 4, 5 പേരും ഉണ്ടായിരുന്നു. 3, 4 പേരേ ഉള്ളൂ. ബാക്കി ഞങ്ങളൊരു 10, 17 പിള്ളേരുണ്ടായിരുന്നു. ടീം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ. അപ്പം കോട്ടയത്ത് ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസും. അവിടെയായിരുന്നു എൻ്റെ സുഹൃത്തുക്കളൊക്കെ. ഞാൻ വെസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, കളക്ടറിൻ്റെ ഫ്രണ്ടിൽ. ഇപ്പുറത്ത് കളക്ടറിൻ്റെ സൈഡിലാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സ്. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെല്ലാം. അപ്പോൾ അവിടെ വെച്ചാണ് പ്രാക്ടീസും ഒക്കെ. അപ്പോൾ ഇപ്പോഴും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് അവന്മാരുടെ എല്ലാം മുഖമാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കലാപരിപാടികളൊക്കെ? കലാപരിപാടികളല്ല, ഇത് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. റോയി എന്ന് പറഞ്ഞൊരു ഗിറ്റാർ ഉണ്ടാവും. അതെന്തിനാണ് അന്ന് വാങ്ങിച്ചതെന്നോ ഇവനിപ്പോഴും അറിയില്ലായിരിക്കും. കാര്യം ഞങ്ങളുടെ വിചാരിക്കുമ്പോൾ ഭയങ്കര ഗിറ്റാറിസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവനിതൊക്കെ കൊണ്ട് കിഞ്ചാന്നൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവൻ്റെ ചുറ്റിരുന്നൊക്കെ അങ്ങ് പാടും. അവൻ എന്തൊക്കെയൊക്കെ ഒപ്പിക്കും. അന്നൊക്കെ ഫേമസ് പാട്ട് കഴിഞ്ഞാൽ പുൽക്കുടിലിൽ എന്നുള്ളൊരു പാട്ടൊക്കെയാണ്. അപ്പോൾ ഒരു മറ്റേ കോങ്കോ ഡ്രം ട്രിപ്പിളൊക്കെ ഉണ്ടാകും. ഇത് കൊട്ടാനുള്ളൊരു മത്സരം. അപ്പം പെൺപിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ ചെല്ലുമ്പം ഇതൊക്കെ എടുത്ത് ഫ്രണ്ട് വെച്ചിട്ട് അന്നൊക്കെ ഇവർ പെൺപിള്ളേർ മുമ്പ് ഷൈൻ ചെയ്യാനുള്ളൊരു മാർഗം കൂടെ ഒക്കെ ചെയ്ത് ഓരോ വീട്ടിലും ചെല്ലുമ്പം ഞാൻ അപ്പൂപ്പനായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലൗസൊക്കെ ഇടും. പക്ഷേ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഇടില്ല. ഷേക്കാൻ കൊടുക്കുമ്പം ഗ്ലൗസ് ഇടാതെ ഷേക്കാൻ പെൺപിള്ളേർക്ക് കൊടുക്കാനൊന്നും ഇടില്ല. അങ്ങനെയുള്ള പരിപാടി. മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് ടീം വിപുലീകരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷെ അവൻ നടക്കാറില്ല. എല്ലാ ദിവസവും രാത്രി പൊറോട്ട ഇറച്ചിയും കഴിച്ച് അവസാനിപ്പിക്കാറാണ് പതിവ്. കൊല്ലം വീട്ടിൽ തന്നെയാണ്. ദൈവാനുഗ്രഹിച്ച് എറണാകുളത്ത് തന്നെയാണ് ഷൂട്ട്. അപ്പം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ എന്തായാലും കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. പിന്നെ ഒന്നാമത് തന്നെ സ്റ്റാറും കാര്യങ്ങളൊക്കെ തൂക്കി സംഭവങ്ങളെല്ലാം റെഡിയാക്കി എറണാകുളത്ത് തന്നെ ഷൂട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പർച്ചേസിങ്ങും ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോള്, എനിക്ക് 2 പിള്ളേരാണ്. മോള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോളുടെ പേര് ഹന്ന എന്നാണ്. മോൻ പ്ലേ സ്കൂളിലാണ്. അവൻ്റെ പേര് യോഹാൻ എന്നാണ്. ഞങ്ങൾ കലൂര് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു. എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഇത്രയും സന്തോഷത്തിലൊക്കെ ഞാൻ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ദൃശ്യം എന്ന സിനിമ 2 കൈയും നീട്ടി സ്വീകരിച്ച്. കാരണം മലയാള സിനിമയ്ക്ക് ന്യൂ ജനറേഷനെന്നോ ഓൾഡ് ജനറേഷനെന്നോ മിഡിൽ ജനറേഷനെന്നോ അങ്ങനെ ഒന്നുമില്ല. നല്ല സിനിമയാണെങ്കിൽ
അത് മലയാളികൾ സ്വീകരിക്കും എന്ന ദൃശ്യം എന്ന സിനിമയിലൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അതിന് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഷാജോൺ ആഗ്രഹിക്കുന്ന പോലെ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, വലിയ ഉയരത്തിലെത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കും. താങ്ക് യു. ACVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ടുള്ള ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു സോ മച്ച്.